അങ്ങനെ രാത്രി ഒരു 8:30 ആയപ്പോഴേക്കും ഞങ്ങൾ ആര്യരമന്റെ വീട്ടിലെത്തി. വീഡിയോ ഓൺ ആക്കുമ്പോൾ ഉള്ള ഈ ഓവർ ആക്ടിങ് എന്റെ വീട്ടുകാർക്ക് മാത്രമല്ല, അത് എന്റെ കൂട്ടുകാർക്കും ഉണ്ട്. അങ്ങനെ ആര്യരമൻ വളരെ ബഹുമാനപൂർവ്വം വീട്ടിലോട്ട് ഞങ്ങളെ വെൽക്കം ചെയ്യുന്നതാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. ഞങ്ങൾ വളരെ നേരത്തെ കയറി വന്നതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഞങ്ങൾ ചായയാണ് കുടിച്ചത്. ഡാൻസുകാരിയായ ആര്യരമന്റെ ചെറുപ്പത്തെ ഫോട്ടോ കാണിക്കാതിരിക്കാനുള്ള പരാക്രമമാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആര്യരമൻ അത് കാണിക്കരുത് എന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ബാക്കി എല്ലാവരും അത് കാണണം എന്നാണ് ആഗ്രഹിക്കുന്നത്. സോ ആര്യരമൻ അത് തടയാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ കറങ്ങാൻ ഇറങ്ങാന്ന് വിചാരിച്ചു. ആര്യരമന്റെ വീട്ടിലായതുകൊണ്ട് സമ്മതിച്ചു. എന്റെ വീട്ടിൽ വല്ല ആണെങ്കിൽ 2 ചീത്തയും പറഞ്ഞ് വീട്ടിൽ കയറ്റിയിരുത്തേനെ. പിന്നെ എന്റെ വീട്ടുകാരെ പറഞ്ഞിട്ടും കാര്യമില്ല. പിറ്റേന്ന് ന്യൂസിൽ വല്ല ആന ചവിട്ടി കൊന്നോ കടുവ് പിടിച്ച് തിന്നോന്നോ കേൾക്കുന്നതിലും ഭേദമല്ലേ അടങ്ങി വീട്ടിൽ ഇരിക്കുന്നത്. പക്ഷെ എല്ലാരും പോലെ എനിക്കും ഇഷ്ടം രാത്രിയൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കാൻ. അതുകൊണ്ട് ഞങ്ങളെല്ലാം ചാടിത്തുള്ളി ഇറങ്ങി. ആര്യരമണ്ണും ആര്യരമന്റെ ചേച്ചിയും മണിക്കുട്ടിയും കുഞ്ഞാലിയും അനാമികയും ഞാനും ഒക്കെ ആയിട്ടാണ് പോയത്. മണിക്കുട്ടിയും ചേച്ചിയും ആയിരുന്നു വഴികാട്ടികൾ. അവർ രണ്ടുപേരും കൂടെ വെള്ളച്ചാട്ടം കാണിച്ചു തരാന്ന് പറഞ്ഞ് ഏതോ ഒരു തോടിന്റെ സൈഡിൽ കൊണ്ടുപോയി. ആ തോട് പോലും മര്യാദയ്ക്ക് കാണുന്നില്ലായിരുന്നു. എന്നിട്ടാണ് വെള്ളച്ചാട്ടം. എന്നിട്ട് അവിടെ എത്തിയപ്പോൾ ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു. ശരിക്കും അവിടെ ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ വേനൽക്കാലമൊക്കെ അല്ല, അതുകൊണ്ടായിരിക്കും. അത് ഫ്ലോപ്പ് ആയതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും തിരിച്ചു നടന്നു. അനാമയ്ക്ക് പിന്നെ എവിടെ നിന്ന് പൂ കിട്ടിയാലും ചെവിയിലെടുത്ത് വെക്കണം. സാധാരണ എനിക്ക് എന്റെ വെൺമണി വീടും തറവാടും അല്ലാതെ വേറൊരു വീട്ടിൽ പോയി താമസിക്കാനേ പറ്റില്ല. പക്ഷെ ആര്യരമന്റെ വീട്ടിൽ പോയപ്പോൾ എനിക്ക് അങ്ങനെ ഒന്നും ഉണ്ടായില്ല. കാരണം എല്ലാവരും ചിൽ വൈബ്. കുഞ്ഞാലിയുടെ ഒക്കെ ചിരിയും കാട്ടായും ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ചിരി വരും. അങ്ങനെ ഞങ്ങളുടെ കറക്കമൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് വന്നപ്പോഴേക്കും എല്ലാവരും ഒക്കെ ആയിരുന്നെങ്കിലും ആര്യരമണ്ണ് മാത്രം ഒടുക്കത്തെ മടുപ്പായിരുന്നു. എന്ത് ചെയ്യാൻ, ആര്യരമണ്ണൊന്നും കുറച്ച് നടക്കാൻ പോലും വയ്യ. നടക്കാൻ പോയപ്പോൾ തിരിച്ചു പോവാന്ന് പറഞ്ഞ ഒരേ ഒരു വ്യക്തി ആര്യരമണ്ണാണ്. രാവിലെ തന്നെ എനിക്കും ആര്യരമണ്ണും അനാമയ സന്തോഷനും കൂടെ ഒരു സ്ഥലം വരെ പോകണമായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സൊക്കെ ഞങ്ങൾ തേച്ച് വെച്ചിട്ട് നേരെ കയറി കിടന്നു. ബാക്കി ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.